ക്ലബ് ഫാക്ടറിയിൽ നിന്ന് ഞാൻ 2 പ്രോഡക്റ്റ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു കോഡ്സിൻ്റെ വാച്ചും പിന്നെ ഒരു മൊബൈൽ ഹോൾഡറും കാറിൽ വയ്ക്കുന്നത്. ഇത് രണ്ടും ഞാൻ സെയിം ഡേറ്റിലാണ് നവംബർ 2 ഓർഡർ ചെയ്തത്. പക്ഷേ രണ്ട് ഡേറ്റിലാണ് എനിക്ക് ഡെലിവേർഡ് ആയത്. വാച്ച് നവംബർ 8 ഹോൾഡർ നവംബർ 10. പക്ഷെ വാച്ച് കിട്ടിയപ്പോൾ ശരിക്കും എന്താ പറയുക, ഭയങ്കര ഡിസപ്പോയിൻറ്റഡ് ആയിപ്പോയി. കാരണം അതിൻ്റെ ഗ്ലാസ് ബ്രോക്കൺ ആയിട്ടുണ്ടായിരുന്നു കിട്ടിയപ്പോൾ. ഒരുപാട് ആഗ്രഹിച്ച് ഇഷ്ടം തോന്നി മേടിച്ചതായിരുന്നു, പക്ഷെ കിട്ടിയപ്പോൾ ഒരു ഭയങ്കര ഡിസപ്പോയിൻറ്റഡ് ആയി. റീഫണ്ടിന് ഞാൻ റിക്വസ്റ്റ് ചെയ്ത് നവംബർ 10-11 ആയപ്പോൾ അവരത് പിക്ക് ചെയ്തായിരുന്നു. പക്ഷേ എങ്കിലും കൂടി എസ്റ്റിമേറ്റഡ് ഡെലിവറി നവംബർ 20 to 27 റീഫണ്ട് നവംബർ 23 to 30 കാണിക്കുന്നത്. ഇറ്റ്സ് എ ലോങ് പ്രോസസ്സാണ്. സെക്കൻഡ് ഞാൻ ഓർഡർ ചെയ്ത പ്രോഡക്റ്റാണ് മൊബൈൽ ഹോൾഡർ, കാറിലേക്ക് വെക്കുന്നത്. അത് ഇറ്റ്സ് ഓക്കെ പ്രോഡക്റ്റ്, അത്രേ പറയാൻ പറ്റുള്ളൂ. കാരണം ഇത് നല്ലൊരു ഷേക്ക് വന്നാൽ അതിൻ്റെ ഹെഡ് ഫ്ലിപ്പ് ആകുന്നുണ്ട്. അപ്പോൾ കാറിലൊക്കെ സ്പീഡിൽ പോകുമ്പോൾ ഒന്ന് ബ്രേക്ക് ഇട്ടാൽ ഒക്കെ അത് ഫ്ലിപ്പാകും എന്നാണ് എനിക്ക് തോന്നിയത്. ടേബിളിൽ വയ്ക്കുമ്പോഴത്തേനും ഒരു ഷേക്ക് വരുമ്പോൾ അത് ഫ്ലിപ്പ് ആകുന്നുണ്ട്. എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് എന്ന് പറയുകയാണെങ്കിൽ ക്ലബ് ഫാക്ടറിയിൽ നിന്ന് ഞാൻ ആദ്യമായിട്ട് ഓർഡർ ചെയ്യുന്നതാണ് ഈ 2 പ്രോഡക്റ്റും. കാരണം എനിക്കറിയില്ലാത്തത് കൊണ്ട് തന്നെ വലിയൊരു എമൗണ്ടിൻ്റെ പ്രോഡക്റ്റ്സുകൾ എടുക്കാൻ എനിക്ക് ധൈര്യം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ചെറുത് എടുത്തിട്ട് കംഫർട്ടാണെങ്കിൽ വലിയ ഇതൊക്കെ നോക്കാമല്ലോ എന്ന് കരുതിയിട്ടാണ്. പക്ഷേ എടുത്തപ്പോൾ തന്നെ എനിക്കത് രണ്ടും കംഫർട്ടായിട്ടല്ല തോന്നിയത്. ക്വാളിറ്റി വൈസ് ആയാലും പിന്നെ റീഫണ്ട് പോളിസിയുടെ ആണെങ്കിലും അത് ഒരുപാട് ലോങ് പ്രോസസ്സാണ് അവരെടുക്കുന്നത്. അവരുടെ കയ്യിൽ പ്രോഡക്റ്റ് കിട്ടി അത് വെരിഫൈ ചെയ്തിട്ടൊക്കെ അവർ റീഫണ്ട് ചെയ്യുള്ളൂ. എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് എന്ന് പറയുകയാണെങ്കിൽ എനിക്ക് അത്ര കംഫർട്ടായി തോന്നിയില്ല. പക്ഷേ എല്ലാവർക്കും അങ്ങനെ ആവണമെന്നും ഇല്ല. എനിക്ക് കംഫർട്ടായി തോന്നിയില്ല. വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക് മൈ വീഡിയോ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. താങ്ക് യു all.